എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വർക്ക്, എനർജി ഇത് രണ്ടും പരിചയപ്പെട്ടു, പ്രവൃത്തിയും ഊർജവും. അപ്പോൾ രണ്ട് തരത്തിലുള്ള എനർജി ഫോംസ്, മെക്കാനിക്കൽ എനർജി, യാന്ത്രിക ഊർജ്ജം രണ്ട് തരത്തിലുണ്ടെന്നും, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. അതിനുശേഷം പ്രസിദ്ധമായ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്രപഞ്ചത്തിൽ ആകെ ഊർജം എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. നമുക്ക് ഒരു തരത്തിലുള്ള ഊർജത്തിന്, ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മാറ്റം വരുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ വൈദ്യുതോർജ്ജം ഉണ്ടാക്കി, അതാണ് ആ ചെടിച്ചട്ടിയുടെ, അത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ആ മൂന്ന് കേസിലും ടോട്ടൽ എനർജി സെയിം ആണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ആകെ ഊർജ്ജം എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ വൈദ്യുതോർജ്ജം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സൃഷ്ടിക്കാനോ സാധിക്കില്ല. ഏതെങ്കിലും ഫോമിലുള്ള എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഇപ്പൊ ഡാം ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണെങ്കിൽ, ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പൊ അതെപ്പോഴും മനസ്സിൽ ഉണ്ടാകണം. അടുത്തതായിട്ട് നമുക്ക് എന്താ? പവർ ആണ്. പവർ. അപ്പോ പവറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തീറ്റക്കാര് ഒരാള് ഒരു 30 ഇഡ്ഡലി തിന്നും, മറ്റാള് 10 ഇഡ്ഡലി തിന്നും. ആരാ നല്ല തീറ്റക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉടനടി 30 ഇഡ്ഡലി തിന്നണ ആളാണെന്ന് പറയും. പക്ഷെ ഈ 30 ഇഡ്ഡലി തിന്നണ ആള് ഒരു മാസം കൊണ്ടാണ് 30 ഇഡ്ഡലി തിന്നണേ, മറ്റാളോ ഒരു സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 10 ഇഡ്ഡലി തിന്നണ ആളാണ് നല്ല തീറ്റക്കാരൻ എന്ന് പറയും. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത പ്രവൃത്തി, ഇപ്പൊ ഒരാള് 100 കല്ല് പടുക്കും, മറ്റാള് 300 കല്ല് പടുക്കും. അപ്പോ എത്ര കല്ല് പടുക്കും എന്നതുകൊണ്ട് അയാളുടെ ശക്തി നമുക്ക് മനസ്സിലാവില്ല. 300 കല്ല് പടുക്കുന്ന ആള് 10 ദിവസം കൊണ്ടാണ് പടുക്കണേ, 100 കല്ല് പടുക്കുന്ന ആള് 1 മണിക്കൂർ കൊണ്ടാണ് പടുക്കണേ. അപ്പൊ നല്ല പണിക്കാരൻ ആരാ? 100 കല്ല് പടുക്കുന്ന ആളാ. അപ്പൊ ചെയ്ത പ്രവൃത്തിയും സമയവുമായി എപ്പോഴും ബന്ധപ്പെടുത്തണം. അപ്പോഴേ അതിന്റെ ശക്തി മനസ്സിലാവുള്ളൂ. അതാണ് സത്യത്തിൽ പവർ. അപ്പൊ പവറിനെ എന്താ ചെയ്യണേ? ചെയ്ത വർക്കിനെ നമ്മൾ സമയമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അതായത് വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. അതാണ് എന്ത്? പവർ. ഒരു സെക്കൻഡിൽ ചെയ്ത വർക്ക് ഇൻ 1 സെക്കൻഡ്. അതാണ്. അപ്പൊ എങ്ങനെയത് കാണുക? ടി സെക്കൻഡില് W വർക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ P = W/T. കാരണം ഒരു സെക്കൻഡിൽ അപ്പൊ എത്രയാ? W/T. അപ്പൊ P = W/T. ഈ ഫോർമുലയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. പക്ഷെ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഫിസിക്സിൽ എനർജി ആൻഡ് വർക്ക് രണ്ടും എങ്ങനെയാണ്? സെയിം, രണ്ടും തുല്യമാണ്. അപ്പോ ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്ന പോലെ എന്തും പറയാം. ഒരു സെക്കൻഡിൽ എങ്ങനെ നമ്മൾ പ്രവൃത്തി ചെയ്യുക? ഊർജം ഉപയോഗിച്ചിട്ടാണ്. ഒരു സെക്കൻഡിൽ ഉപയോഗിച്ച ഊർജമാണ് എന്ത്? പവർ. അങ്ങനെയും പറയാം. ഈ പവർ ആൻഡ് ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. അത് പറയണം. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W. അപ്പോൾ പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്. അത് ഏത് അക്ഷരം ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുക? W ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. ഇനി മറ്റ് പഴയ ഒരു യൂണിറ്റ് ഉണ്ട്, കുതിരശക്തി, HP. അത് ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. അപ്പൊ ഈ കുതിരശക്തി ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോട്ടോറിന്റെ ഒക്കെ യൂണിറ്റ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് HP ആണ്. അരയുടെ മോട്ടറാണ്, 1ന്റെ മോട്ടറാണെന്നൊക്കെ പറഞ്ഞാൽ അത്രയും HP ആണ്. 1ന്റെ മോട്ടറാണ്, 1 HP ആണെന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എത്രയാണ്? 746 വാട്ട്. മറ്റോ ഇനി 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാലോ, അതും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 കിലോ വാട്ട്. കിലോ അപ്പൊ തീരുമാനിക്കാം 1000 വാട്ട്. ഇനി സത്യത്തിൽ ഈ പവർ നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസ്, വൈദ്യുതോപകരണങ്ങളുടെ കേസിലൊക്കെ നമ്മൾ ഈ പവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറയും 9ന്റെ CFL ആണ്, 5ന്റെ CFL അല്ല, LED ലാമ്പാണ്, 5ന്റെ LED ലാമ്പാന്നൊക്കെ പറയും. 9ന്റെ LED ലാമ്പ് എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ വാട്ട്, ദ പവർ ഓഫ് ദ ലാമ്പ് ഈസ് 9 വാട്ട്. അതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു സെക്കൻഡിൽ 9 ജൂള് പ്രവൃത്തി ചെയ്യും എന്ന് വേണിച്ചാൽ ദ വർക്ക് ഡൺ ബൈ ദ ലാമ്പ് ഈസ് ഈക്വൽ ടു 9 ജൂൾ. പക്ഷെ അതിലേറെ നല്ലത് സത്യത്തിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. അപ്പൊ അവിടെ കൺസ്യൂം ചെയ്ത എനർജിയുടെ ഭാഷയിൽ പറയുകയാണ്. അതാണ് കുറച്ചുകൂടി നല്ലത്. എന്താ? ആ ബൾബ് ഇറ്റ് കൺസ്യൂംസ് 9 ജൂൾ ഇലക്ട്രിക്കൽ എനർജി ഇൻ 1 സെക്കൻഡ്. അതാണ്. അതായത് 9 വാട്ടിന്റെ
LED ലാമ്പ് 1 സെക്കൻഡ് നമ്മൾ ഉപയോഗിച്ചാൽ അത് 9 ജൂള് വൈദ്യുതോർജ്ജം ഉപയോഗിക്കും. 5 വാട്ടിന്റെ LED ലാമ്പ് 1 സെക്കൻഡ് നമ്മൾ ഉപയോഗിച്ചാൽ 5 ജൂള് വൈദ്യുതോർജ്ജം അത് ഉപയോഗിക്കും. ഫാനിന്റെ പവർ 60 വാട്ടാന്ന് അർത്ഥം ആ ഫാൻ 1 സെക്കൻഡിൽ 60 ജൂൾ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. അതാണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ ടെക്സ്റ്റിൽ 2 പ്രോബ്ലം, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അതാണ് വർക്ക് എങ്ങനെയാണ് F/S. 2 തരത്തിലാണ് വർക്ക് കാണുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ എങ്ങനെയാ mgh. അപ്പൊ ഈ ചാപ്റ്ററിൽ അത്രയും ഫോർമുലാസ് ആണ് പഠിക്കാനുള്ള സത്യത്തിൽ. F/S വർക്ക് ഡൺ. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിലോ mgh. അടുത്ത കൈനറ്റിക് എനർജി. ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഫോർമുല 1/2 mv² ആൻഡ് പൊട്ടൻഷ്യൽ എനർജി mgh. ഇത് രണ്ടും ഒരേ ഫോർമുലയാണ്. ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. ആ വർക്കും എനർജിയും സെയിം ആണ്, അറിയാലോ. ഓക്കെ. ഇഫ് എ മാൻ ഓഫ് മാസ്, അപ്പൊ നമുക്ക് ആ പേജ് നമ്പർ 101 പ്രോബ്ലം ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇഫ് എ മാൻ ഓഫ് മാസ് 70 കിലോഗ്രാം. ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. m = 70 കിലോഗ്രാം. ക്ലൈംസ് അപ്പ് എ മൗണ്ടൻ ഓഫ് ഹൈറ്റ് 30 മീറ്റർ. h അയാളുടെ മുകളിലേക്ക് കയറാണ്. h = 30 മീറ്റർ ഇൻ 5 മിനിറ്റ്. t = 5 മിനിറ്റ്. ഇത്രയും എഴുതുക. അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ഒരു ശീലം, ഹാബിറ്റ് ഉണ്ടായിരിക്കണം. യൂണിറ്റ് ശരിയാണോ? കിലോഗ്രാം ശരിയാണ്, മീറ്റർ ശരിയാണ്, ചിലപ്പോൾ ഗ്രാമിൽ തരും, ചിലപ്പോൾ മിനിറ്റ് ആവാൻ പൈസ എന്താക്കണം? സെക്കൻഡ് ആക്കണം. = 5 × 60 which is equal to 300 സെക്കൻഡ്. ഇനി എന്താ നമ്മൾ ചോദിച്ചത്? വർക്ക് ഡൺ ആണ്. വാട്ട് ഈസ് ഹിസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ W/T. P = W/T. W എന്ന് കാണാം. ഇവിടെ മുകളിലേക്ക് കയറാണ്. W = mgh which is equal to 70 into g എത്രയാ? 10. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മറ്റേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 into h. h എത്രയാ? 30. നമുക്ക് കാണേണ്ടത് എന്താ? പവർ ആണ്. പവർ W/T വേണം. അപ്പൊ എത്ര വന്നു? 70 into 10 into 30 divided by 300. ഇതും പോകും എത്ര കിട്ടും? 70 വാട്ട് കിട്ടും. 70 വാട്ട്. ഇത് 300, ഇത് 300. അപ്പൊ എത്ര കിട്ടി? 70 വാട്ട്. അതാണ് ആൻസർ. Okay, then അടുത്ത പ്രോബ്ലം. If a man of mass 50 kilogram takes 60 seconds to climb 20 steps each of 15 centimeter. അവിടെ അതെ പവർ ആണ് കാണാൻ പറഞ്ഞത്. ഉടനടി വാല്യൂസ് എഴുതി. m = 50 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനി എന്ത് തന്നിട്ടുണ്ട്? 60 സെക്കൻഡ്. t 60 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി height of one step. height of ഒരു സ്റ്റെപ്പിന്റെ ഉയരം. height of one step is equal to 15 centimeter. ആവശ്യമായി എന്തായി? സെന്റിമീറ്ററിൽ എന്താക്കണം? മീറ്റർ ആക്കണം. മീറ്റർ ആക്കണം എന്താണ്? 15 divided by 100. 100 കൊണ്ട് ഹരിക്കണം. is equal to 1.15 മീറ്റർ. അപ്പൊ ഹൈറ്റ് ഓഫ് എത്ര സ്റ്റെപ്പ് ഉണ്ട്? എത്ര സ്റ്റെപ്പാണ് മുകളിലേക്ക് കയറണേ? 20 സ്റ്റെപ്പ് മുകളിലേക്ക് കയറണ്ട. അപ്പൊ അയാള് ഗ്രൗണ്ട് ലെവലിൽ നിന്നും തറനിരപ്പിൽ നിന്നും 20 സ്റ്റെപ്പ് മുകളിലേക്ക് കയറണ്ട. അപ്പൊ അയാളുടെ ഹൈറ്റ് h നമുക്ക് mgh വർക്ക് ഡൺ കാണണം, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോ 20 സ്റ്റെപ്പ്. ഹൈറ്റ് ഓഫ് 20 സ്റ്റെപ്സ് 20 സ്റ്റെപ്പുകളുടെ ഉയരം അങ്ങനെ എഴുതണം. അപ്പൊ എത്ര കിട്ടി? 0.15. ഒരു സ്റ്റെപ്പിന് 0.15 ആണ് ഇൻറ്റു 20. 0.15 into 20. 15 into 2 30 ആണ്. ഒരു 0 കൂടി വേണം. ഈ 0 2 ഡെസിമൽ പ്ലേസ് നീക്കണം. അപ്പൊ 3.00 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 മീറ്റർ. അപ്പൊ ഇത് കിട്ടി, h കിട്ടി. ഇനി പവർ P = W/T. W = mgh = m എത്രയാ? 50 into g 10 into h 3. ഇനി P = W/T വീണ്ടും എഴുതി. ഫോർമുല വീണ്ടും എഴുതുക. അപ്പൊ പഠിക്കും. അപ്പൊ W എത്ര? 50 into 10 into 3. ഇവിടെ വേണ്ടത് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉത്തരം. പക്ഷെ അത് നമുക്ക് നഷ്ടക്കച്ചവട. അതുകൊണ്ട് എന്ത് ചെയ്തു? by divided by 60.
അത് എത്ര ടൈംസ് പോവും? 20 ടൈംസ് പോവും. ഇത് എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 50/2 25 വാട്ട്. The power is equal to 25 watt. അതാണ്. അപ്പൊ അതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമുക്ക് ഇനി ലെറ്റസ് അസസിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ലെറ്റസ് അസസിലേക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്ത് ലെറ്റസ് അസസ് തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ തെറ്റുതിരുത്തുക. അതാണ് വേണ്ടത്. എങ്കിലേ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. തൽക്കാലം ഇത് പറയാനേ സാധിക്കുള്ളൂ. നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ എപ്പോഴും എല്ലാ പ്രോബ്ലംസും ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്തു നോക്കാൻ. ഓക്കെ. അപ്പോൾ എ ബോയ് ഈസ് ട്രൈയിങ് ടു പുഷ് a concrete pillar of a building using a force 300 Newton. Calculate the amount of work done by the boy. ഒരു കോൺക്രീറ്റ് തൂണ് തള്ളുകയാണ്. തള്ളിക്കഴിഞ്ഞാൽ വർക്ക് നടക്കണം, പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? there will be a displacement. അവിടെ എന്തുണ്ടായിരിക്കണം? സ്ഥാനാന്തരം ഉണ്ടായിരിക്കണം. എങ്ങനെ ഉണ്ടായിരിക്കണം? the direction of the applied force. ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടായിരിക്കണം. അപ്പൊ സ്ഥാനാന്തരത്തിൽ there is no displacement. കോൺക്രീറ്റ് തൂണ് അനങ്ങാനൊന്നും പോകില്ല, നമുക്കറിയാം. അപ്പൊ എത്രയാ? 0 ആണ് വർക്ക്. ഇനി from what you have learned of potential and kinetic energy, write down the form of energy possessed by the following. Water in dam, ഉയരത്തിൽ നിൽക്കുന്ന വെള്ളമാണ് പൊട്ടൻഷ്യൽ എനർജി. Stretched rubber band, പൊട്ടൻഷ്യൽ എനർജി ബൈ മീൻസ് ഓഫ് സ്ട്രെയിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മാംഗോ ഫാളിംഗ് ഫ്രം എ ട്രീ, മാങ്ങ വീഴുകയാണ്. മാങ്ങ വീഴുന്ന സമയത്ത് അത് ഒരേ സമയം ഗ്രൗണ്ടിൽ തറനിരപ്പിൽ നിന്നും ഉയരത്തിലേക്കാണ്, അതേ സമയം ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഇറ്റ് പോസസ് ബോത്ത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അതിന് എന്തുണ്ട്? രണ്ടും ഉണ്ട്. സ്ഥിതികോർജ്ജം ഉണ്ട്, ഗതികോർജ്ജം ഉണ്ട്. അപ്പോൾ ഡാമിന്റെ കേസിൽ സ്ഥിതികോർജ്ജം, റബ്ബർ ബാൻഡിന്റെ കേസിൽ സ്ഥിതികോർജ്ജം, മറ്റേതോ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. ഇനി കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ അത്ലറ്റ് ഓഫ് മാസ് 60 കിലോഗ്രാം റണ്ണിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ. ഓൾറെഡി പ്രോബ്ലം കിട്ടിക്കാൻ അപ്പോൾ എഴുതി m is equal to 60 കിലോഗ്രാം, v is equal to എത്രയാ? v is equal to 10 meter per second. Then kinetic energy is equal to 1/2 into 60 into v square. 1/2 mv square അല്ലേ? v square ചെയ്യാലോ. 30 into 100 വരും. ഓക്കെ, 3000 ജൂൾ, 3000 ജൂൾ. ഇനി a stone of mass 2 kilogram is thrown upwards from the ground with a velocity of 3 meters per second. Calculate the potential energy when it reaches maximum height. A stone of mass 2 kilogram. Above. Stone of mass 2 kilogram. Mass m 2 kilogram. പിന്നെ thrown upwards from the ground with a velocity of 3 meters per second. U is equal to 3 meters per second തന്നിട്ടുണ്ട്. Initial velocity. Calculate the potential energy when it reaches maximum height. Calculate the potential energy when it reaches maximum height. അത് മുകളിൽ എത്തുന്ന സമയത്ത് എത്ര പൊട്ടൻഷ്യൽ എനർജി എടുക്കും? ഇവിടെ എന്താ പ്രശ്നം അല്ല ഉണ്ടാകും. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ a stone of mass 2 kilogram is thrown upwards from the ground with a velocity of 3 meters per second. Calculate its potential energy when it reaches maximum height. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ അടിയിലത്തെ വെലോസിറ്റി തന്നിട്ടുണ്ട്, എറിയണ സമയത്തുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഈ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. ആ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വെച്ച് ചിന്തിക്കും. അതാണ് പ്രശ്നം വരിക. U is equal to mgh. അവിടെ h ഹൈറ്റ് കാണാൻ ഒരു രക്ഷയില്ല, ആകെ ഇനീഷ്യൽ വെലോസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റില് ഈ പോയിന്റില് ആ എറിയുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലേക്ക് പോകുന്നില്ല. അപ്പൊ മാക്സിമം ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോ എപ്പോഴും അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടോട്ടൽ എനർജി ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യൽ പോയിന്റിൽ എന്തേ ഉള്ളൂ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എത്രയാ? പൊട്ടൻഷ്യൽ ഇവിടെ എത്രയായിരിക്കും? ഇതിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. കാരണം ഇത് എറിയുന്ന സമയത്ത് അതിന് ആ തറനിരപ്പിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടാവും
ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ ആ എറിയണ സമയത്ത് അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ആ കൈനറ്റിക് എനർജി ആയിരിക്കും, അപ്പൊ ആ കൈനറ്റിക് എനർജി ആയിരിക്കും എല്ലാ സമയത്തും. ഈ നമ്മുടെ ചെടിച്ചട്ടിയുടെ മാതിരിയാണ്. ഈ പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ സത്യത്തിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പക്ഷെ ആ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ കൈനറ്റിക് എനർജിയോട് ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇല്ല. അപ്പൊ ടോട്ടൽ എനർജി, അതായത് മാക്സിമം ഈ കല്ലിനുണ്ടാകാവുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജിയാണ്. അപ്പോ ഇതാണ് ടോട്ടൽ എനർജി. എല്ലാ പൊസിഷനിലും ആ ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അതിനാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി ആയിരിക്കും ഇവിടുത്തെ എന്ത്? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇവിടുത്തെ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. kinetic energy Ke is equal to 1 by 2 m v square, which is equal to 1 by 2 into v square 3 square. അപ്പോൾ 9 ജൂളാണ്. 9 ജൂളാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. കാരണം എല്ലാ കേസിലും എവിടെ നോക്കിയാലും ടോട്ടൽ എനർജി എത്രയായിരിക്കണം? 9 ആയിരിക്കണം. കാരണം ഇവിടെ ടോട്ടൽ എനർജി, തുടക്കത്തിൽ ടോട്ടൽ എനർജി 9 ജൂളാണ്. വീണ്ടും പറയുകയാണ്. കാരണം എന്താ 9 ജൂൾ ആവാൻ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ എനർജി 9 ജൂളാണ്. ആ 9 ജൂൾ തന്നെയായിരിക്കും എല്ലാ ദിക്കിലും. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള സ്ഥലത്ത് എന്തുണ്ട്? അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. എന്നാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ മാത്രമേ ഉള്ളൂ പിന്നെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. കാരണം പിന്നെ അതിന് മുകളിലേക്കുള്ള വെലോസിറ്റി ഇല്ല. അപ്പൊ അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 9 ജൂൾ ആയിരിക്കും. ആലോചിച്ചറിയാം. ഓക്കെ, ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി പേഴ്സൺ ബീറ്റ്സ് 72 times per minute and each beat consumes 1 joule of energy. Calculate the power of the heart. അതാണ്. അപ്പൊ ഓരോ ബീറ്റും എത്രയാ? 1 ജൂൾ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റിൽ എത്രയാ? 72 ടൈംസ്. അപ്പൊ നമുക്കറിയാം ഒരു മിനിറ്റില് 72 ടൈംസ് നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിലെ സ്പന്ദനങ്ങളുടെ എണ്ണം 72. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡിൽ എത്രയുണ്ട്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡില് 72 ഇതുണ്ട്. 72 പ്രാവശ്യം മിടിക്കുന്നുണ്ട്. ഇനി each beat consumes 1 joule of energy. Calculate the power of the heart. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉപയോഗിച്ച ഊർജം. അപ്പോ ഒരു സെക്കൻഡിൽ എത്ര? 60 സെക്കൻഡിൽ 72. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലോ 72/60. ഒരു സെക്കൻഡിൽ ഇത്രയും പ്രാവശ്യം അത് മിടിക്കും. ഒരു പ്രാവശ്യം മിടിക്കുന്നതിന് എത്രയാ? 1 ജൂളാണ്. ഒരു പ്രാവശ്യം മിടിക്കുന്നതിന് 1 ജൂളാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് the heart of a healthy person beats 72 times per minute and each beat consumes about 1 joule of energy. Calculate the power of the heart. അപ്പോ ഒരു സെക്കൻഡിൽ ഇത്രയും പ്രാവശ്യം അത് സ്പന്ദനം ചെയ്യും. ഒരു സ്പന്ദനത്തിന് എത്രയാ? 1 ജൂളാണ്. അപ്പൊ ഒരു സെക്കൻഡിൽ അത് കൺസ്യൂം ചെയ്ത എനർജി, the energy consumed in 1 second. എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത് ആ ഹാർട്ട് ഉപയോഗിച്ച ഊർജം, അത് തന്നെയാണ് എന്ത്? പവർ. അപ്പൊ മറ്റേ ഒരു സെക്കൻഡിൽ ഹൃദയം ഉപയോഗിച്ച ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും 72. അപ്പൊ എഴുതണോ? വഴി എഴുതണം നിങ്ങള്. 72/60 into 1. കാരണം ഒരു സെക്കൻഡിൽ ഇത്രയും പ്രാവശ്യം സ്പന്ദനം ചെയ്യും. ഒരു സ്പന്ദനത്തിന് 1 ജൂൾ എനർജിയാണ്. അപ്പൊ അത്രയും ഊർജം ഉപയോഗിക്കും. അപ്പൊ ഒരു സെക്കൻഡിൽ ഉപയോഗിച്ച ഊർജം തന്നെയാണ് എന്ത്? പവർ. അപ്പൊ എത്ര കിട്ടി? പവർ ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 60 വാട്ട്. പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വിച്ച് among the following is a vector quantity. അതിൽ വെക്ടർ ക്വാണ്ടിറ്റി വർക്ക് വെക്ടർ അല്ല, പവർ വെക്ടർ അല്ല, എനർജി വെക്ടർ അല്ല, മൊമെന്റം. കാരണം m into v വെലോസിറ്റി വെക്ടർ ആണ്. അപ്പോ മൊമെന്റം അല്ലെങ്കിൽ ആക്കമാണ് വെക്ടർ ക്വാണ്ടിറ്റി. ഇനി if the velocity of an object is doubled, kinetic energy becomes.
വി സ്ക്വയർ ആണ്, അപ്പൊ 2 ടൈംസ് വെലോസിറ്റി 2 ടൈംസ് ആയി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും. വെലോസിറ്റി 3 ടൈംസ് ആയാൽ കൈനറ്റിക് എനർജി 9 ടൈംസ് ആവും. വെലോസിറ്റി 4 ടൈംസ് ആയാൽ കൈനറ്റിക് എനർജി 16 ടൈംസ് ആവും. അങ്ങനെ വർഗമാണ്, സ്ക്വയർ ആയിട്ട് വരിക. ഇനി an object of mass 1 kilogram is falling from a height of 10 meter. What will be the work done while falling? An object of mass 1 kilogram falling from a height of 1 meter. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 10 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് വർക്ക് ഡൺ. വർക്ക് ഡൺ എങ്ങനെയാ കാണുക? വർക്ക് ഡൺ an object of mass 1 kilogram falling from a height of 10 meter. What will be the work done while falling? Work done is equal to mgh is equal to എത്ര വരും? m എത്രയാ? 1 into 10 into height എത്രയാ? ഹൈറ്റ് വന്നിട്ടുണ്ട് 10, g എന്ന് പറഞ്ഞാൽ 10. അപ്പൊ എത്ര കിട്ടി? 100 ജൂൾ. ഓക്കെ, then അടുത്തത് which one among the following is correct? W is equal to F by S തെറ്റാണ്. W is equal to F by S അല്ല. W is equal to S by F തെറ്റാണ്. W is equal to P by T അത് ശരിയാണ്. W is equal to P by T. നമുക്കറിയാം P is equal to power is equal to W by T, or എന്ത് കിട്ടും? W is equal to P into T. ഇനി a roller weighing 1 ton is being dragged along a road. What is the work done against the gravity? ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്യാണ്. എത്രയാന്ന് ചോദിച്ചാൽ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് ഉയർത്തണം. അപ്പൊ 0 ആണ്. കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവൃത്തി ചെയ്യപ്പെടുന്ന മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് വേണം. അപ്പൊ there is no displacement in the upward direction. അതിനാൽ എന്തായിരിക്കും? 0 ആയിരിക്കും, 0 ആയിരിക്കും. ഇനി is it possible for an object to possess energy without momentum? Give an example of such situation. പറ്റും. Yes, it can possess potential energy. Potential energy possess ചെയ്യാം. അപ്പോ an object at a certain height, ഒരു നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങാതിരിക്കുന്ന വസ്തുവിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പക്ഷെ മൊമെന്റം ഇല്ല. കാരണം എന്താ? വെലോസിറ്റി 0 ആണ്, ആക്കമില്ല. ഇനി അടുത്ത് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് വേണമെന്നാണ്. വർക്ക് പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ആയിരിക്കണം വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകേണ്ടത്. നേരെ മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ യൂസിങ് എ റോപ്പ് വിത്തൗട്ട് എ പുള്ളിയല്ല, വെറുതെ കൈകൊണ്ട്. അപ്പൊ മുകളിലേക്കാണ് അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, മുകളിലേക്കാണ് ബക്കറ്റ് ചലിക്കുന്നുണ്ട്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബക്കറ്റിനെ ഭൂമി അടിയിലേക്ക് പിടിച്ച് ആകർഷിക്കുക, പക്ഷെ ബക്കറ്റ് ചലിക്കുന്നത് മുകളിലേക്കാണ്. അവിടെ വർക്ക്, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വർക്ക് നെഗറ്റീവ് ആണ്. ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് വൈൽ ആൻ ഒബ്ജക്ട് ഈസ് സ്ലൈഡിംഗ് ഡൗൺ അലോങ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പൊ ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെ താഴേക്ക് വീഴാണ്. അപ്പൊ ഫ്രിക്ഷൻ ശരിക്കും അതിനെ എതിർക്കുന്ന തരത്തില, ആ താഴേക്കുള്ള മോഷനെ എതിർക്കുന്ന തരത്തില, പക്ഷെ വസ്തു താഴേക്ക് ചലിക്കുന്നുണ്ട്. അതിനാൽ അവിടെ എന്തായിരിക്കും? അവിടെ ചെയ്ത വർക്കും നെഗറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓൺ ആൻ ഒബ്ജക്ട് വിച്ച് ഈസ് മൂവിംഗ് അലോങ് എ പ്ലെയിൻ സർഫസ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ആ ഒരു പ്ലെയിൻ സർഫസിൽ കൂടെ വസ്തു ചലിക്കുകയാണ്. അങ്ങനെ ചലിക്കുന്ന സമയത്ത് ആ ഡയറക്ഷൻ ഓഫ് മോഷൻ, അത് ഏത് ദിശയിലാണോ ചലിക്കുന്നത് ആ ദിശയിൽ തന്നെയാണ് പ്രവൃത്തി. ആ ദിശയിൽ അപ്ലൈ ചെയ്ത വർക്ക്, ആ ദിശയിൽ പ്രയോഗിച്ച ബലം ചെയ്ത പ്രവൃത്തിയാണ് ചോദിച്ചേക്കണേ. അപ്പോ ആ ബലത്തിന്റെ അതേ ദിശയിൽ തന്നെയാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. അപ്പൊ എന്താ? അത് പോസിറ്റീവ് ആണ്. Work done by the force acting in the direction of motion.
വസ്തു ഏത് ദിശയിലാണോ ചലിക്കുന്നത് ആ ദിശയിൽ അനുഭവപ്പെടുന്ന ബലം ചെയ്ത പ്രവൃത്തിയാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇത് പോസിറ്റീവാണ്. കാരണം ബലത്തിന്റെ ദിശയിലാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബലം ചെയ്ത പ്രവൃത്തി എപ്പോഴും പോസിറ്റീവാണ്. ബലത്തിന്റെ ദിശയിലല്ല ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അതിനെതിരാണെന്നുണ്ടെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ വർക്ക്. അടുത്ത ഹൗ മച്ച് ജൂൾ ഈസ് 1 kWh. കിലോവാട്ട് അവർ നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും 1 kWh 36 ലക്ഷമാണ്, 36 lakh. ഇനി ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് പ്രവൃത്തി ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ വസ്തുവിനെ ഉയർത്തണം. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് എ ബണ്ടിൽ ഓഫ് ബുക്സ്. കാര്യമില്ല, ഒരു 5 കിലോഗ്രാം മാസമുള്ള പുസ്തകം കയ്യെ പിടിച്ച് നിൽക്കുകയാണ്, ഒരു കാര്യമില്ല. അപ്പൊ അവിടെ പൂജ്യമാണ്. With the same bundle of books, she travels 1 meter along a plane surface with a speed of 5 meter. പ്ലെയിൻ സർഫസിൽ കൂടെ അത് ഓടി 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടി. കാര്യമില്ല. എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യണം, മുകളിലേക്ക് ഉയർത്തണം. ഇനി ദ ബണ്ടിൽ ഓഫ് ബുക്സ് ഈസ് ലിഫ്റ്റഡ് ഇൻ ടു ടോപ്പ് ഓഫ് എ കബോർഡ് ഹാവിംഗ് 1 meter ഹൈറ്റ്. അവിടെ വർക്ക് ഡൺ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും MGH. എം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് മാസ് 5 കിലോഗ്രാം, G 10 ആണ്, H എത്രയാ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ. അപ്പൊ MGH = 50 ന്യൂട്ടൺ കിട്ടും. ഇനി അടുത്തത് എ ബോൾ ഓഫ് മാസ് 0.4 kilogram is thrown vertically upward with a velocity 14 meter per second. Calculate the kinetic energy, potential energy after 1 second. 1 സെക്കൻഡിന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് കാണണം. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? മാസ് = 0.4 kilogram എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി ഓഫ് 14 meter per second എന്ന് പറഞ്ഞാൽ U = 14 meter per second. 1 സെക്കൻഡിന് ശേഷമുള്ള കാര്യം കാണാം. അപ്പൊ നമുക്ക് V കാണാം. 1 സെക്കൻഡിന് ശേഷം എത്ര വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ് V = U plus AT = 14 പ്ലസ്. ഇത് മുകളിലേക്ക് എറിഞ്ഞേക്കാണ്. മുകളിലേക്ക് എറിയുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കും. കാരണം മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് വീതം കുറഞ്ഞു വരും. അതിനാൽ -10 A -10 t 1 സെക്കൻഡ് ആണ്. അപ്പൊ എന്ത് വരും? 14 - 10 വരും. എത്ര കിട്ടും? 4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ വെലോസിറ്റി കിട്ടി. ഇനി എത്രയാ? കൈനറ്റിക് എനർജി Ke = 1/2 mv² = 1/2 into 0.4 into 4² ചെയ്താൽ മതിയത്. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി കാണണം. പൊട്ടൻഷ്യൽ എനർജി കാണണമെന്ന് വേണം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അറിയണം. 1 സെക്കൻഡ് കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്കറിയണം. 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? S = ut plus half AT². t 1 സെക്കൻഡ് ആണെന്നുണ്ട്. S = ut plus half AT². U എത്രയാ? 14 into 1 plus 1/2 into -10 into 1² അങ്ങനെ ചെയ്യാൻ പറ്റും. S = ut plus half AT². അപ്പൊ എത്ര കിട്ടും? 14 into 1 14 plus 1/2 into -10 എന്ന് പറഞ്ഞാൽ -5 into 1 -5. ഇവിടെ 14 - 5 = 9 മീറ്റർ. അപ്പൊ MGH പൊട്ടൻഷ്യൽ എനർജി MGH which is equal to M തന്നിട്ടുണ്ട് 0.4, G എത്രയാ? 10 into 9, H 9. അപ്പൊ ചെയ്തോളൂ. An object of mass 1000 kilogram is traveling with a velocity of 72 km/h. Calculate the work done to bring it to rest. അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ടതായ വർക്കാണ് ചോദിച്ചത്. അപ്പോ എന്താണ്? an object of mass 1000 kilogram is traveling with a velocity of 72 km/h. Calculate the work done, bring it to rest. അപ്പോ an object of mass mass = 1000 kilogram. Velocity V = 72 km/h ആണ്. ഉടനടി യൂണിറ്റ് മാറ്റണം. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 72 into
5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് 4 ഇത് 4 ടൈംസ് പോകും 20 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ 5/18 കിട്ടിയേ? കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1000 ഡിവൈഡഡ് ബൈ അവർ എന്ന് പറഞ്ഞാൽ അവറിനെ സെക്കൻഡ് ആക്കാൻ അവർ 60 × 60. അപ്പൊ ഇതിനെ വെട്ടി ചെറുതാക്കുമ്പോഴാണ് നമുക്ക് എന്ത് 5/18. അപ്പൊ എപ്പോഴും കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് വേണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വർക്ക് ഡൺ ആണ് ചോദിച്ചിരുന്നത്. വർക്ക് ഡൺ റെസ്റ്റിലേക്ക് എത്ര കൈനറ്റിക് എനർജി ആണോ ഉള്ളത് അത്രയും പ്രവൃത്തി ചെയ്താലേ അതിനെ 0 ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു 1/2 mv² is equal to 1/2 into 1000 into v², 20². അത്രയും കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും ചെയ്യാം. അടുത്ത പ്രോബ്ലം ചെയ്യേണ്ടതില്ല. അത്രയും പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതോടെ ഈ ചാപ്റ്റർ തീരാണ്. ഈ പ്രോബ്ലംസ് കാണാതെ ചെയ്ത് 3 പ്രാവശ്യം പഠിക്കണം. എങ്കിലേ ഫിസിക്സിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവുള്ളൂ. ഓക്കെ.